അനീഷ്, എന്നിപ്പോൾ കോടതി നമ്മൾ കണ്ടതാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. അതിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഒപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്, രാജാവിനേക്കാൾ വലിയ രാജഭക്തി ആയിരുന്നോ എന്ന് അഭിഭാഷകൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒപ്പം ചോദിക്കുന്നുണ്ട്, ഇതിൽ വ്യക്തിവിരോധമാണോ എന്ന് ജഡ്ജി ചോദിക്കുന്നുണ്ട്. അതോ എന്താണ് ഇതിൽ കൃത്യമായിട്ട് സംഭവിച്ചിട്ടുള്ളത് എന്നടക്കം റിപ്പോർട്ട് കൃത്യമായി പറയേണ്ടതുണ്ട്. ഒപ്പം പ്രോസിക്യൂഷന് കടുത്ത വിമർശനമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ നിലവിലുള്ള റിപ്പോർട്ട് ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്താണ് അതിൽ ഇന്നിപ്പോൾ സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കൃത്യമായിട്ടുള്ളൊരു ആ രീതിയിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയ റിപ്പോർട്ട് എവിടെയെന്ന് കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണ്? നിലവിൽ സാങ്കേതികമായി ജാമ്യം ചുമത്തിയിട്ടുള്ള റിപ്പോർട്ട് എവിടെയും എത്തിയിട്ടില്ല. അതായത് DGPക്ക് കൊടുത്ത റിപ്പോർട്ടിൽ പോലും ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്താമെന്ന നിർദ്ദേശം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലെ റിപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. സാങ്കേതികമായി 308 309 അതായത് വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ഇവിടെ ചുമത്തിയിട്ടില്ല. ഇവിടെ പ്രധാനപ്പെട്ട SITയുടെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ തലയ്ക്ക് മുകളിൽ മുളവടി കൊണ്ട്, അതായത് പോലീസ് ഉപയോഗിക്കുന്ന പോലീസ് മാനുവലിന് ലംഘനമായി പോലീസ് ഉപയോഗിക്കുന്ന ലാത്തി പോലുമല്ല, മുളവടി പോലെയുള്ള മറ്റൊരു ആയുധം ഉപയോഗിച്ചുകൊണ്ട് ലോക്കൽ പോലീസ് ഉണ്ടായിരുന്ന സമയത്തും ഈ രീതിയിൽ തലക്കടിച്ചു എന്നാണ്. അങ്ങനെ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ സാങ്കേതികമായി ചുമത്തി അതിന്റെ രേഖകൾ, അതിന്റെ റിപ്പോർട്ടുകൾ കോടതി ലഭിച്ചാൽ മാത്രമേ നിലവിൽ അനിൽ കല്ലിയൂരും സന്ദീപും കൊടുത്തിട്ടുള്ള മുൻകൂർ ജാമ്യ അപേക്ഷയെ നിഷേധിക്കാൻ അല്ലെങ്കിൽ അതിനെ ഒബ്ജക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷേ നിലവിൽ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയിലുള്ള റിപ്പോർട്ട് അനുസരിച്ച് 2023 ആലപ്പുഴ സൗത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത ആ കേസിലെ ദുർബലമായ വകുപ്പുകൾ, ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ മാത്രമാണ് നിലവിലുള്ളത്. ഇപ്പോഴിതാ കേസിൽ ഈ 5 പേർക്കെതിരെയും സസ്പെൻഷൻ വകുപ്പ് തല നടപടി വരുമ്പോഴും ഇവിടെ DGPയുടെ റിപ്പോർട്ട് അല്ലെങ്കിൽ SITയുടെ റിപ്പോർട്ട് ഇവിടെ കോടതിയിൽ എത്തിയിട്ടില്ല. അത് ആദ്യം ഈ കോടതി നടപടികളുടെ ഭാഗമായി തന്നെ ആദ്യം എത്തേണ്ട കോടതി മറ്റൊരു കോടതിയാണ്, മജിസ്ട്രേറ്റ് കോടതിയാണ്. മജിസ്ട്രേറ്റ് കോടതിയിൽ വന്ന് അത്തരം ആൾട്ടറേഷൻ, ഈ കേസിലെ കൂടുതൽ വകുപ്പുകൾ ചുമത്തേണ്ട കാര്യം കോടതി ധരിപ്പിച്ച് കോടതി മുഖാന്തരമാണ് അത്തരം കേസുകളിൽ ജാമ്യമില്ലാത്ത വകുപ്പുകൾ കൂടി ചുമത്തേണ്ടത്. അതിന്റെ വേഗത SITക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് പ്രോസിക്യൂഷന്റെ വീഴ്ച. അതായത് SITയുടെ ഉദ്യോഗസ്ഥൻ പോലും ഇന്ന് കോടതിയിൽ ഹാജരായില്ല. ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൌലോസ്, ഒപ്പം തന്നെ SITയുടെ മേധാവി AP ഷൌക്കത്ത് അലി അടക്കമുള്ള ഉദ്യോഗസ്ഥർ നേരിട്ട് ഹാജരാകേണ്ട പ്രധാനപ്പെട്ട ഒരു ദിവസം എന്തുകൊണ്ട് ഹാജരായില്ല എന്ന ചോദ്യത്തിന് പ്രോസിക്യൂഷന്റെ മറുപടി DGPയുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്നാണ്. ഇപ്പോഴിതാ വകുപ്പുതല നടപടി ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായെങ്കിലും കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ ലഭിക്കാനുള്ള സാധ്യതകൾ നിലവിൽ പ്രതികൾക്കുണ്ട്. കാരണം നിലവിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തെ പ്രധാനപ്പെട്ട വീഴ്ചകൾ റിപ്പോർട്ട് സമർപ്പണമാണ്. ഒരു മുഴ ആഭ്യന്തര വകുപ്പിന് മുൻപേ ഒരു മുഴ മുമ്പേ എന്ന രീതിയിലായിരുന്നു 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കാൻ ആവശ്യപ്പെട്ട SITക്ക് മുൻപാകെ ആഭ്യന്തര വകുപ്പിന് മുൻപാകെ SIT കൊടുത്തായിട്ട് 2 ദിവസത്തിനകം തന്നെ സമ്പൂർണ്ണമായ റിപ്പോർട്ടായിരുന്നു. അത് റിപ്പോർട്ടിൽ മുൻ ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെ അടക്കമുള്ള റിപ്പോർട്ടുകളുണ്ട്. MR കുമാർ അടക്കമുള്ള ആളുകളെ ഇതിൽ ആസൂത്രണത്തിന്റെ ഭാഗമായിരുന്നു, ഗൂഢാലോചന ഉണ്ടായിരുന്ന അടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോഴും കോടതിയിൽ ഇത് സാധൂകരിക്കുന്ന അല്ലെങ്കിൽ ഇതിനെ സൂചന നൽകുന്ന യാതൊരു റിപ്പോർട്ടുകളും എത്തിയില്ലാതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രതികൾക്ക് മർദ്ദനമേറ്റ ആളുകളോട് വ്യക്തിവിരോധമോ മുൻവൈരാഗ്യമോ ഉണ്ടെന്ന് കോടതിയിൽ തെളിയിക്കാൻ സാധിച്ചില്ല. അത്തരം കോടതിയുടെ ചോദ്യങ്ങൾക്ക് രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് കാരണമെന്ന്. പക്ഷേ പഴഞ്ചൊല്ലുകൾക്ക് കോടതിയിൽ പ്രസക്തിയില്ലെന്നായിരുന്നു ഹണിയം വർഗീസിന്റെ മറുപടി. കോടതിയിൽ വേണ്ടത് റിപ്പോർട്ടുകളും സാക്ഷികളും തെളിവുകളുമാണ്, അല്ലാതെ പഴഞ്ചൊല്ലുകളല്ല. രാജാവിനേക്കാൾ രാജഭക്തി ഈ പറയുന്ന പ്രതികൾക്കുണ്ടായിരുന്നു എന്നതല്ല, എന്തുകൊണ്ട് അവരെ മർദ്ദിച്ചു, അത്തരം കാര്യങ്ങളിൽ വ്യക്തത വേണം. ഈ പ്രതികളുടെ അഭിഭാഷകൻ പറയുന്നത് ഇവർക്ക് മുഖ്യമന്ത്രിക്കടക്കം വലിയ സുരക്ഷാ പ്രശ്നം ഉണ്ടായിരുന്നു എന്നാണ്. എന്തായാലും ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തിൽ ഗൺമെന്മാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. 5 പേർക്കാണ് സസ്പെൻഷൻ. അനിൽ, സന്ദീപ് അടക്കം 5 പേരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും DGP ഉടൻ ഉത്തരവിറക്കും. വിശദാംശങ്ങളിലേക്ക്